ഉച്ചക്ക് ഉറക്കം എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ചേട്ടൻ ടി വിയിൽ നിന്നുള്ള കാറ്റും കൊണ്ട് ചില്ലടിച്ചിരിക്കുമ്പോഴാണ് കൂട്ടുകാരൻ വിളിച്ചിട്ട് ചോദിക്കുന്നത് കൊച്ചിയിൽ കളി കാണാൻ വരുന്നതെന്ന്. പിന്നൊന്നും നോക്കിയില്ല, നേരെ പോയി അവനെയും പിക്ക് ചെയ്ത് കൊച്ചിയിലോട്ട് വിട്ടു. ഹൈവേയിൽ ഇപ്പോൾ പണി നടക്കുന്ന കാരണം ഒരു രക്ഷയില്ലാത്ത ട്രാഫിക് ചിലയിടത്ത് കണ്ടില്ലേ. അവിടെ കിടന്ന് ബോറടിച്ചപ്പോൾ കൂട്ടുകാരൻ ഇറങ്ങി സൈഡിൽ നിന്നു. ലവന്മാരാണ് ഞങ്ങളുടെ കൂടെ വന്ന ബാക്കി 2 കൂട്ടുകാരും. ഇവൻ ഇറങ്ങി നിൽക്കുന്ന കണ്ടപ്പോൾ അവന്മാരും പയ്യെ ഇറങ്ങി നിന്ന്. ബൈക്കായത് കാരണം ഞങ്ങളങ്ങ് കുത്തി കയറ്റി ആ ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെട്ടു. കാറി വരാനായിരുന്നു പ്ലാൻ. നന്നായി ഇടക്കഴിഞ്ഞത്, ഇല്ലായിരുന്നു അവിടെ 1-2 മണിക്കൂർ കിടന്ന് സമയം പോയിരുന്നു. ട്രാഫിക്കിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് കാര്യമില്ല, പൊടി കണ്ടില്ലേ. സ്ഥലം എത്തുമ്പം പൗഡർ ഇട്ടതുപോലെ മുഖത്ത് ഫുള്ള് പൊടിയായിരിക്കുന്നു. ട്രാഫിക്കൊക്കെ കഴിഞ്ഞത് ഇവിടെ വന്ന് ഞങ്ങളൊരു ബ്രേക്ക് എടുത്തു. പിന്നെയും വണ്ടിയെടുത്ത് കൊച്ചിയിലോട്ട് കണ്ടിന്യൂ ചെയ്തു. പിന്നീട് അങ്ങോട്ട് കൊച്ചിയിലുള്ള റോഡ് മൊത്തം സ്മൂത്തായിരുന്നു. വെറും മിനിറ്റുകൾ കൊണ്ട് ഞങ്ങൾ സ്റ്റേഡിയത്തിലെത്തി. വണ്ടിയും പാർക്ക് ചെയ്ത് ടിക്കറ്റ് ഓൺലൈനിലെടുത്ത് ഞങ്ങൾ ആ സെക്യൂരിറ്റി ചെക്കിൻ്റെ അങ്ങോട്ട് ചെന്നപ്പോഴാണ് പറയുന്നത് പവർ ബാങ്ക് എയർപോർട്ട്സ് ഒന്നും കേട്ടില്ലെന്ന്. പിന്നെ അത് സബ്മിറ്റ് ചെയ്ത് ടോക്കണും വാങ്ങിച്ച് ഞങ്ങൾ ഉള്ളോട്ട് പോയി. അവിടുന്ന് പിന്നെ എല്ലാം ഫാസ്റ്റ് ആയിരുന്നു. നേരെ സ്റ്റേഡിയത്തിൽ കയറി പെട്ടെന്ന് മേളിലെത്തി. പിന്നെ തിരക്കിൻ്റെ ഇടയ്ക്കൊക്കെ കയറി സീറ്റ് പിടിച്ചിരുന്നു. അപ്പോഴത്തേക്കും പ്ലേയേഴ്സ് ഓരോന്നായിട്ട് പ്രാക്ടീസിൽ നിന്ന് ഇറങ്ങി. വെളിയിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ ഏത് ടീമായി ഇപ്പം ഇറങ്ങിയെന്ന്. അപ്പോഴത്തേക്കും മാച്ചിലെ ഗസ്റ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ താരം നടക്കുന്നു. അത് കഴിഞ്ഞപ്പം നമ്മുടെ മെയിൻ ടീം അങ്ങ് ഇറങ്ങി, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ്. അവരുടെ പ്രാക്ടീസാണ് നടക്കുന്നത്. സൈഡിൽ അതേ ടീമിൻ്റെ ഗോളിമാരുടെയും പ്രാക്ടീസ് നടക്കുന്നുണ്ട്. ദിവസമൊക്കെ കയറിപ്പോയിട്ടാ. ഇപ്പോഴത്തെ പിള്ളേർ ISLൻ്റെ കൊടിയുമായിട്ട് ഇറങ്ങി. അങ്ങനെ പ്ലേയേഴ്സ് എല്ലാം ജേഴ്സി ഇട്ട് ഇറങ്ങി നാഷണൽ ആന്തത്തിന് നിൽക്കാൻ പോകുന്നു. ഈ ഉത്സാഹമൊക്കെ കുറച്ച് നേരത്തേക്കേ ഉള്ളായിരുന്നു. അങ്ങനെയുണ്ട് ഹാഫ് ടൈം ആയപ്പോൾ ഹോസ്റ്റ് കളി കാണാൻ വന്ന 3 പേരെ വിളിച്ചൊരു ഗെയിം നടത്തി. ആരാണ് നടുക്കത്തെ വട്ടത്തിൽ ഫുട്ബോൾ തട്ടുന്നതെന്ന്. അത് കഴിഞ്ഞ് അവർക്ക് സമ്മാനവും കൊടുത്തു. ഹാഫ് ടൈമിൽ ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ഫുള്ള് സൈലൻ്റ് ആയിപ്പോയി. പിന്നെ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തു.
അതിനിടക്കാണ് കൂട്ടുകാരൻ വിളിച്ചു കാണിക്കുന്നത് ഈ മാച്ചിനെ വിളിക്കാൻ പറ്റിയ പേര്. ഇടയ്ക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ കൂട്ടുകാരൻ കോളിൽ കണ്ട വിചാരിക്കും കാമുകീനെ വിളിക്കുവാന്ന്. പക്ഷെ അല്ല, വീട്ടിലിരിക്കുന്ന അപ്പനെ വിളിച്ചിട്ട് തന്നെ ടി വിയിൽ ഫാൻസിൻ്റെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവം, കാണിച്ചിട്ടില്ല ഇതുവരെ. എക്സ്ട്രാ ടൈം ആയപ്പോഴത്തേക്ക് സ്റ്റേഡിയം പകുതി കാലിയായി. കളി എങ്ങനെ ഉണ്ടെന്ന് കൂട്ടുകാരനോട് ചോദിച്ചപ്പോൾ അവൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു. ആദ്യമായിട്ടാണ് സ്റ്റേഡിയത്തിൽ പോയി കളി കാണുന്നത്. ആ കളിയിൽ 3 ഗോളും കാണാൻ പറ്റി. സ്വന്തം ടീമിൻ്റെ ആയിരുന്നില്ല എന്നേ ഉള്ളൂ. കളീനെ പറ്റി അഭിപ്രായം എന്തുവാണ്? ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ബാഗ് വാങ്ങിക്കാൻ നിന്നപ്പോൾ ഭയങ്കര തിരക്ക്. അപ്പം അതേ എഴുത്തേൻ ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പോയി അവിടെയും വായി നോക്കി നിൽപ്പുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ വണ്ടിയെടുത്ത് നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ട് അവിടെ എത്തിയപ്പം ടീം തോറ്റേൻ്റെ വിഷമം ഇപ്പോഴും മാറാതെ അവൻ അവിടെ നിൽക്കുന്നു. ഞാൻ പിന്നെ സീനറിയൊക്കെ എടുത്തോണ്ടിരുന്നപ്പോൾ തിരിഞ്ഞു നോക്കി അവന്മാരവിടെ അൽഫാമിൽ നിന്ന് ക്യാൻസർ വരുന്നതിനെ പറ്റി വലിയ ഡിസ്കഷൻ. എന്നിട്ടാ 5 മിനിറ്റ് കഴിഞ്ഞ് ഒരു ഉളുപ്പും ഇല്ലാതെ അൽഫാം വന്നപ്പോൾ വാരിക്കോരി എടുത്ത് തിന്നുന്നു. വെറും നിമിഷങ്ങൾ കൊണ്ടാണ് പാത്രം കാലിയായത്. ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് ഞങ്ങൾ നേരെ ഫോർട്ട് കൊച്ചിയിലോട്ട് പോയി. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ളതാണ്. അവിടെ അവന്മാരെന്നെ ജ്യൂസ് സ്ട്രീറ്റ് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി. വണ്ടി ആകെ പണി വന്നു കഴിഞ്ഞു. 10 സെക്കൻഡിലോട്ടും വീഴുന്നില്ല. നമ്മൾ വന്നപ്പോൾ ഒരു 196 km/h. അതിനിടയ്ക്ക് ഞങ്ങൾ ഫോർട്ട് കൊച്ചി ബീച്ചിൽ ഇറങ്ങി. ഞാൻ വിചാരിച്ച ഫോർട്ട് കൊച്ചി നൈറ്റ് ലൈഫ് ഭയങ്കരമായിരിക്കുമെന്ന്. പക്ഷെ ഒറ്റ മനുഷ്യരില്ല. അവിടെ ഇവിടെയൊക്കെ കുറച്ച് ടീമുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ നേരെ ജ്യൂസ് സ്ട്രീറ്റിലോട്ട് വിട്ട് കുറേ വഴി തെറ്റി. അവിടെ എത്തിയപ്പോഴാ അവിടെയും കാലി. പിന്നെ അവിടെ നിന്ന് 2-3 ഫോട്ടോ എടുത്ത് അടുത്ത സ്ഥലത്ത് വിട്ട്. ഫോർട്ട് കൊച്ചി വന്നാൽ പിന്നെ നമുക്ക് ഒരു സ്ഥലം സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ബിലാലിക്കയുടെ വീട്, അതും കാണാൻ പോയി. അപ്പോഴത്തേക്കും സമയം ഒത്തിരി ലേറ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ആലപ്പുഴയ്ക്ക് വിട്ടു. ഇടയ്ക്ക് ചേർത്തലയിലൊരു ബ്രേക്ക് അടക്കാൻ നിർത്തി. ചായക്ക് വേണ്ടി കയറിയതാ. പക്ഷെ എല്ലാവരും ബൂസ്റ്റ് വാങ്ങിച്ചു. ദിവൻ്റെ കയ്യിലിരിക്കുന്ന സാധനം കണ്ട, അതെൻ്റെ വണ്ടീൻ്റെ ഇൻഡിക്കേറ്ററാ. ഓടുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ തെറിച്ചു പോയി. ഭാഗ്യത്തിന് അവന്മാർക്ക് കിട്ടി, അവന്മാരെടുത്തോണ്ട് പോകും. അങ്ങനെ അവിടെ നേരെ വണ്ടി എടുത്ത് അവരെല്ലാവരും വീട്ടിൽ കൊണ്ടാക്കി. ഞാനും വീട്ടിൽ പോയി. ഇന്നത്തെ ദിവസം ശുഭം.